Travel, taste, create, glow with Kerala Kandari vlog. Discover delicious recipes and flavors. Explore the finest in travel experiences. Unleash your creativity through art. Enhance your beauty with simple tips. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മൈലാഞ്ചി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. മൈലാഞ്ചി ഇടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അതുപോലെ കല്ലിലരയ്ക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. കുറച്ച് ഇത്ര ലീഫ് മതി. മൈലാഞ്ചി ഇല കണ്ടിട്ടില്ലേ? ഇത്ര മതി. ഇത്ര ലീഫ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മൈലാഞ്ചി കയ്യിലിടാൻ നോക്കാം. അപ്പോൾ അരയ്ക്കേണ്ട ഡിസൈൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എളുപ്പത്തിൽ മൈലാഞ്ചി ഇടാം. പക്ഷെ അതിനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതെന്താണെന്നറിയണ്ടേ? എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. തലവേദനയ്ക്ക് ഉപയോഗിക്കുന്ന ആക്സാണിത്. ഇവിടെ ഞാൻ കുറച്ച് ലീഫാണ് എടുത്തിരിക്കുന്നത് മൈലാഞ്ചിയുടെ. ഇത് വെച്ചാണ് നമ്മളിന്ന് മൈലാഞ്ചി ഇടുന്നത്. ഇപ്പോൾ ഞാൻ ഈ ആക്സിൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ലീഫ് അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ ഓരോ ലീഫ് നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈനുകളിൽ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ആക്സ് ഓയിൽ ലീഫിലും നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അപ്ലൈ ആയാൽ മാത്രമേ കയ്യിൽ അതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് ഒട്ടി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ ഇലകളും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് എൻ്റെ ഇഷ്ടത്തിനുള്ള ഡിസൈനിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഡിസൈനുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൈലാഞ്ചിയാണ് കേട്ടോ ഇത്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമുക്കിങ്ങനെ ഒട്ടിച്ച് വരാനുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഒരുപാട് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കർക്കിടക മാസത്തിലൊക്കെ എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇടണതല്ലേ. അപ്പോൾ ഒരു എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഹന്തിയാണിത്. മൈലാഞ്ചി കോൺ യൂസ് ചെയ്തിട്ട് നമ്മൾ മൈലാഞ്ചി ഇടുമ്പോൾ ഒരു 2-3 ദിവസം നല്ല പോലെ മൈലാഞ്ചി നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇളകി പൊളിഞ്ഞത് പോരും. അപ്പോൾ കൈ കാണാനായിട്ട് ഭയങ്കര വൃത്തികേടായിട്ടുണ്ടാവും. അത് മുഴുവനായിട്ട് പെട്ടെന്ന് പൊളിഞ്ഞു പോകാത്തത് കൊണ്ട് തന്നെ കൈ കാണാനായിട്ട് അത്ര ഭംഗിയുണ്ടാവില്ല. ഇത് നമ്മൾ ശരിക്കും അരച്ചിടുന്ന മൈലാഞ്ചി എങ്ങനെയുണ്ടാവും അതുപോലെ തന്നെ സ്ലോവിലാണ് ഇത് പോവുള്ളൂ. പതുക്കെ മങ്ങിയാണ് ഈ മൈലാഞ്ചി നമ്മുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ. ഇപ്പം എൻ്റെ മൈലാഞ്ചി ഏകദേശം ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കാണിച്ചതാണ്. ഇനി പച്ച എല്ലാം ഒന്ന് ഡാർക്കാകും, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എൻ്റെ കയ്യിൽ കണ്ടോ സൈഡിൽ നിന്നൊക്കെ കളറിങ്ങനെ ഒലിച്ചിറങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നമ്മൾ ആക്സ് ഓയിൽ ഇട്ടത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ സൈഡിൽ കൂടെ അങ്ങനെ ഒലിച്ചിറങ്ങുന്നതാണ് കേട്ടോ, കളറും കൂടെ ആയിട്ട്. ഇപ്പോൾ നമ്മുടെ മൈലാഞ്ചി ശരിയായി വരുന്നുണ്ട്. കളറൊക്കെ കണ്ടോ? പച്ച കളറൊക്കെ പോയി, ഇപ്പോൾ കുറച്ച് ഡാർക്കായി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല സൈഡിൽ നമുക്ക് കളറൊക്കെ കാണാം മൈലാഞ്ചിയുടെ. അപ്പോൾ ഞാനത് പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ മൈലാഞ്ചി? എല്ലാവർക്കും ഇഷ്ടമായോ? ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആക്സ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിട്ട് കൊടുക്കരുത്. അപ്പോൾ എൻ്റെ മൈലാഞ്ചി ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. Bye.